ഹായ് ഹലോ എവരി വൺ 28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 22ാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഒരാളോട് നമ്മൾ 22 ദിവസത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രാക്ടീസിന്റെ 22ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഡേയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ, ഡിസൈർസ്, ഗോൾസ്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു 10 എണ്ണത്തിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓഥറായിട്ടുള്ള റോണ്ടോബൺ പറയുന്നത്. 10 ഒരു ഡിസൈർ ലിസ്റ്റ്, ഒരു 10 നമ്പർ ഡിസൈർസ് എഴുതിയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് എഴുതി വെച്ചിട്ട് അത് ഓരോന്നും വായിക്കാം. എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ട ഒന്നാമത് കാര്യം. 2, എന്നിട്ട് ഒരു ഡേ നമ്മളിത് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നീട് ആ ഒരു ഡേയിൽ നമ്മൾ നമ്മുടെ ഈ ലിസ്റ്റ് ഒരു പേപ്പറിൽ ആക്കിയിട്ട് ആ പേപ്പർ നമ്മൾ മടക്കി പോക്കറ്റിലോ പേഴ്സിലോ കയ്യിലോ ബാഗിലോ എവിടെയാന്ന് വെച്ചാൽ വെക്കുന്നു. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ വർക്കിന് പോകുന്നവരാണ്, ഇടയ്ക്കിടയ്ക്ക് ലിസ്റ്റ് എടുത്തിട്ട് അത് ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് നടന്നു കഴിഞ്ഞെന്നുള്ള ഫീൽ അത് വായിച്ചിട്ട് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ വീട്ടിലിരിക്കുന്ന ആളായിട്ട് ഓക്കെ എഴുതി കഴിഞ്ഞ് വെച്ചത് പിന്നീട് ഈ ലിസ്റ്റ് എഗെയിൻ എടുത്ത് ഒരു ഡേയിൽ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ ലിസ്റ്റ് എടുത്തിട്ട് അതിങ്ങനെ വായിക്കുക. അത് നടന്നു കഴിഞ്ഞു എന്നുള്ള ഫുള്ള് ബിലീവ് ചെയ്യുക, ആ ഫീല് കൊടുത്തിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് 22ാമത്തെ ദിവസം റൗണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ മിനിമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ കൂടെ ഇത് കൊണ്ടുപോകുന്നു, വർക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇടയ്ക്ക് അത് എടുക്കുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഇതാണ് ചെയ്യേണ്ടത്. ഡേ 22 6 ദിവസം കൂടിയാണ് നമ്മുടെ ഈ ചലഞ്ച് ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ ജേർണിയിൽ ഒരു ഡേ പോലും മിസ്സാവാതെ കൃത്യമായി ചെയ്തിരുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പൊ ഹാപ്പിയാണ്, ഒന്നിനെ പറ്റി അയച്ചു വറി ചെയ്യാനില്ല. ബിസിനസ്സിലാണെങ്കിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകി, ഒരിക്കലും കിട്ടാത്ത ഫണ്ടൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഫണ്ടൊക്കെ കിട്ടുന്നു. അങ്ങനെ ഒത്തിരി 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 കസ്റ്റമേഴ്സ്, ക്ലയൻസ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പ്രൊഡക്ട്സ് വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി റിസൾട്ട്സുകൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. എന്താണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഡേയിൽ രാവിലെ എണീറ്റു ആ ഡേയിൽ 10 കാര്യങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു, എഴുതിയിട്ട് അത് ഉറക്കെ ചെവി കേൾക്കെ വായിച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ ആ ഒരു ഫുൾ ഡേയിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പോസിറ്റീവായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്തിട്ട് അതിലേറ്റവും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണോ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് അല്ലേ, അതായത് നമ്മുടെ മാജിക് റോക്ക് കയ്യിൽ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് ഇത് നിങ്ങൾ കിടക്കുന്നതിന് അടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതെങ്ങനെ വർക്ക് ആവും, ഇതെന്താണ് ഇവർ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന റിസൾട്ട്, നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതിലുപരി ഇത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഒരാളല്ല 2 ആളല്ല ഒരുപാട് പേരുടെ റിസൾട്ട്സുകൾ എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ടാകും. അപ്പോൾ അത്രയും പവർഫുൾ ആണ് ഈ ഒരു ടെക്നിക് എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു മനുഷ്യനെ ഹാർംഫുൾ അല്ലാത്ത രീതിയിൽ, അല്ല മെന്റലി ആൻഡ് ഫിസിക്കലി ഹാം ചെയ്യാതെ അല്ലേ, നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൺവേർട്ട് ചെയ്യാനുള്ള പല ടെക്നിക്സ് ആൻഡ് ട്രിക്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ നോർമലി നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ജേർണലിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി ഇന്നത്തെ സംഭവിച്ചത് ഡയറി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. അത് എഴുതുന്നതിന് പകരം പോസിറ്റീവായിട്ട് നടന്ന കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക, നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നടന്നു കഴിഞ്ഞുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോസിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. എല്ലാ ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് 2 മണിക്ക് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാകും. സൂം വഴിയുള്ള ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്കത് വളരെ സൗജന്യമായിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 1 hour ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാം, എന്നിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഇനി ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവേത് ഈ ഒരു ലിങ്കിൽ വന്ന് ഗ്രൂപ്പിൽ വന്ന് എന്നോട് സംസാരിക്കാവുന്നതാണ്. കൂടാതെ എവറി ഡേ എല്ലാ ദിവസവും രാത്രി 9:30 ഒരു 10 to 20 minutes ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് DMB എന്ന് പറയുന്ന ഡെയിലി മാജിക് പ്രാക്ടീസ് നമ്മൾ നടക്കുന്നുണ്ട്. അത് ഒരു മന്ത്ലി പ്രോഗ്രാം, ആക്ച്വലി മന്ത്ലിലേക്കാണ് നമ്മൾ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മളത് ചെയ്യുന്നത്.
ഒത്തിരി 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 എൻ്റെ സ്റ്റുഡൻസിന് അവര് പറയാറുണ്ട്, ഇത് അറിയില്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഇത് പറഞ്ഞറിയാൻ പറ്റുന്ന റിസൾട്ടും അതിന്റെ ഒരു ഫീൽ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനും ഡെയിലി മാജിക് പ്രാക്ടീസിന്റെ ഭാഗമാവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം എന്നെ കണ്ടതിന് കേട്ടതിന് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തിട്ട് വാല്യുബിൾ ആയിട്ട് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലേക്കും സമ്പത്ത്, സ്വസ്ഥത, സമാധാനം, സ്നേഹം, വ്യക്തികളും സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് വരട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് 23ാമത്തെ ചലഞ്ച് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.